നമസ്കാരം. ഇന്ന് നവംബർ 1. എല്ലാവർക്കും നല്ലൊരു കേരളപ്പിറവി ദിനം ആശംസിക്കുന്നു. അപ്പോൾ പിന്നെ കേരളപ്പിറവിയെക്കുറിച്ചാകാം. ഇത് പ്രധാനമായും 2 ആംഗിളിൽ കൂടി വേണം നോക്കിക്കാണാൻ. ചരിത്രപരമായും ഐതിഹ്യപരമായും. നമുക്കറിയാം, യുഗപ്രതാപികളായ കർമ്മയോദ്ധാക്കളാൽ സൃഷ്ടിക്കപ്പെട്ട ചരിത്രപരമായ ഉണ്മകളെ തമസ്കരിക്കുകയും വക്രീകരിക്കുകയും ചെയ്യുന്ന ഒരു വർത്തമാനകാലമാണ് നമുക്ക് ചുറ്റും രൂപപ്പെടുന്നത്. ഇത്തരം പശ്ചാത്തലത്തിൽ പത്തരമാറ്റായി ശോഭിക്കേണ്ട ഇത്തരം വസ്തുതകളുടെ ചർച്ച തികച്ചും അനിവാര്യവും പ്രസക്തവുമാണ്. നമുക്കേറെ പിന്നിലേക്കൊന്നും പോണ്ട. സംഘകാലം ചേര ചോള രാജാക്കന്മാർ ഭരിച്ചു. ചേര രാജാക്കന്മാരുടെ പ്രദേശം അത് ചേരളം ലോപിച്ച് കേരളമായി. അങ്ങോട്ടൊന്നും പോണ്ട. നമുക്ക് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദങ്ങൾ മുതൽ തുടങ്ങാം. അന്ന് നമുക്കറിയാം, കേരളം 3 പ്രധാന ഭരണപ്രദേശമായിട്ടാണ് കിടന്നിരുന്നത്. ഒന്ന് വടക്കേ ഭാഗം മലബാർ പ്രദേശമായിരുന്നു. അത് ബ്രിട്ടീഷുകാർ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു. സാമൂതിരിക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്. മധ്യഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊച്ചി രാജവംശമായിരുന്നു. കൊച്ചി രാജവംശം ബ്രിട്ടീഷുകാർക്ക് കപ്പം നൽകിയിട്ട് സ്വതന്ത്രമായിട്ട് ഭരണ സംവിധാനം നടത്തിക്കൊണ്ടു പോകുന്നൊരു രാജവംശമായിരുന്നു കൊച്ചി രാജവംശം. അതുപോലെ തന്നെ തെക്കേ ഭാഗം തിരുവിതാംകൂർ ഇതേപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് കപ്പം നൽകിക്കൊണ്ട് സ്വതന്ത്രമായിട്ട് ഭരിച്ചു കൊണ്ടുപോയിരുന്ന ഒരു രാജ്യമായിരുന്നു. ഇങ്ങനെ 3 പ്രദേശമായിട്ടാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ കേരളം കിടന്നിരുന്നത്. ഈ സമയത്താണ് ഇപ്പോൾ കേരളം അന്ന് കുറേ ഒന്നിച്ച് കൊണ്ടുപോകണം, ഒറ്റ പ്രദേശമാക്കി കേരളം എന്ന ഒരു ഭരണപ്രദേശമാക്കി മാറ്റണം എന്നുള്ള ആശയം കുറേ പ്രവർത്തകർക്കിടയിൽ വ്യാപകമായിരുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് ഇവർ കൊൽക്കത്തയിൽ വെച്ച് നടന്ന 1917 കൊൽക്കത്തയിൽ വെച്ച് നടന്ന നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഈ സമ്മേളനത്തിൽ വെച്ച് ഒരു കേരളത്തെ ഒന്നാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കണം. കേരളത്തെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള, ഒറ്റ കേരളമാക്കിക്കൊണ്ടുള്ള, ഈ ഏകപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി, ഒരു കേരള കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കണമെന്നുള്ളൊരു ആശയം അവിടെ രൂപപ്പെടുകയാണ്. ഇത് പൂർണ്ണമായും നടപ്പിലാകുന്നത് നാഗ്പൂരിൽ വെച്ച് നടന്ന 1920 നാഗ്പൂരിൽ വെച്ച് നടന്ന നാഗ്പൂർ കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. നാഗ്പൂരിൽ വെച്ച് നടന്ന ഒരു നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇതൊരു പൂർണ്ണമായ രീതിയിൽ പ്രാവർത്തികമാക്കുന്നത്. അങ്ങനെ നിലവിൽ വന്നതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത്. കേരളത്തിന് ഭാഷാപരമായും ചരിത്രപരമായും ഐതിഹ്യപരമായും കേരളത്തെ ഒറ്റ സംസ്ഥാനമാക്കി ഭരണപ്രദേശമാക്കി മാറ്റിക്കൊണ്ട് ഒരു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നിലവിൽ വരികയാണ്. ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് കെ മാധവൻ നായരായിരുന്നു. അദ്ദേഹമാണ് ഇതിനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇവിടെയും ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുന്നു, മറുഭാഗത്ത് ഈ പറഞ്ഞ പോലെ ഐക്യ കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിനു വേണ്ടി ഇപ്പോൾ ആ സമയത്ത് 1928 കൊച്ചിയിൽ കൊച്ചി കേന്ദ്രീകരിച്ചിട്ട് ഒരു കൊച്ചി സ്റ്റേറ്റ് പീപ്പിൾ കോൺഫറൻസ് എന്നൊരു സമ്മേളനം നടക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ വച്ചിട്ടാണ് ആദ്യമായിട്ട് ഐക്യ കേരള പ്രമേയം എന്നുള്ള ഒരു പ്രമേയം ഒഫീഷ്യലായിട്ട് ഔദ്യോഗികപരമായിട്ട് പാസ്സാക്കുന്നത്. അപ്പോൾ ഈ പ്രകാരം കേരളത്തെ ഭാഷാപരമായും ചരിത്രപരമായും ഐതിഹ്യപരമായും പൊതുവായിട്ടുള്ള ഒരു പ്രകൃതപരമായിട്ടും ഒന്നിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഈ ഒരു ഐക്യ കേരള പ്രമേയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം പയ്യന്നൂരിൽ വെച്ചിട്ടാണ് ഒരു
നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വാർഷിക സമ്മേളനം നടക്കുന്നത്. വിവിധ സമ്മേളനത്തിൽ അധ്യക്ഷനാകുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഈ കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും കൂടി ജവഹർലാൽ നെഹ്റുവിന് ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. ഇന്ത്യ എന്തെങ്കിലും സ്വതന്ത്രമായാൽ കേരളത്തെ, ഈ ഐക്യ കേരളം 3 പ്രദേശങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു കേരള ഭരണ പ്രദേശം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ആ ഒരു പ്രമേയത്തിൻ്റെ കാതൽ. അപ്പോൾ നെഹ്റു ഇതിന് പ്രമേയം വായിക്കുന്നുണ്ട്, അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഈ ഐക്യ കേരളത്തിന് വേണ്ടിയിട്ടുള്ള മുന്നേറ്റങ്ങൾ പുഷ്ടി പ്രാപിക്കുന്നത്. ഇങ്ങനെ പുഷ്ടി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് 1938 3 പ്രദേശങ്ങളിലായിട്ടാണ് ഇതിൻ്റെ ഐക്യ കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത്. മലബാറിലും കൊച്ചി, തിരുവിതാംകൂറിലും ഒക്കെ ആയിട്ട്. പക്ഷേ തിരുവിതാംകൂറിലും കൊച്ചിയിലും കുറേ കൂടി പ്രബലമായ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. 1938 തിരുവിതാംകൂറിൽ വെച്ച് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്നൊരു സംഘടന പ്രവർത്തനം ആരംഭിക്കുന്നത് ഐക്യ കേരളത്തിന് വേണ്ടിയിട്ട്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പേരിൽ. പിന്നെ അതിനുശേഷം 1941 കൊച്ചി കേന്ദ്രീകരിച്ച് കൊച്ചി രാജ്യ പ്രജാമണ്ഡൽ എന്നൊരു സംഘടന ഉണ്ടാകുന്നുണ്ട്. ഈ 2 സംഘടനയുമാണ് ഐക്യ കേരള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഈ 2 സംഘടനകളെയും അതാത് പ്രദേശത്തെ ദിവാൻമാർ, രാജാക്കന്മാർ ആദ്യമൊക്കെ അടിച്ചമർത്തുന്നുണ്ട്. കാരണം ഐക്യ കേരളം വന്നു കഴിഞ്ഞ് ഇവരുടെ അധികാരം നഷ്ടപ്പെട്ടാലോ, ആ ഒരു ആശങ്കയാണ് ദിവാൻമാരെ അതിന് പ്രേരിപ്പിച്ചിരുന്ന ഘടകം. പക്ഷേ ഇപ്രകാരം മുന്നോട്ട് പോയെങ്കിൽ കൂടിയും ദിവാൻ എന്ന് പറഞ്ഞാൽ രാജാവിന് താഴെയുള്ളൊരു അധികാര കേന്ദ്രം. ആ പ്രദേശത്തിൻ്റെ ഭരണപരമായിട്ടുള്ള എല്ലാ സ്വതന്ത്ര ചുമതലകളും ത്തിൻ്റെയും തലവൻ ദിവാനാണ്. ദിവാൻ്റെ മേൽക്കോയ്മയ്ക്ക് കീഴിലാണ് ആ ഒരു പ്രദേശത്തിൻ്റെ ഭരണം നടക്കുന്നത്. അത്രമാത്രം ശക്തമായ ദിവാൻ എന്ന് പറയുന്ന പദവി എന്ന് പറയാം രാജാവിന് തൊട്ട് താഴെയുള്ളത്. ഈ 2 സംഘടനകളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് 1945 ഒരു സംഘടന ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഐക്യ കേരള സമിതി. കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഐക്യ കേരള സമിതി ഉണ്ടാകുന്നത്. ഐക്യ കേരള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ ഏകോപിപ്പിച്ച് അതിനെ ശക്തമായിട്ട് മുന്നോട്ട് അത് പ്രാവർത്തികമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഐക്യ കേരള സമിതി കെ കേളപ്പൻ അധ്യക്ഷതയിലുണ്ടാകുന്നത്. ഇതിന് KPCCയുടെ പൂർണ്ണമായ പിന്തുണ ലഭിച്ചു. ആദ്യമൊക്കെ കൊച്ചി രാജാവ് എതിർത്തെങ്കിലും കുറേ കൂടി പുരോഗമനപരമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു മനസ്സിനുടമയായിരുന്നു കൊച്ചി രാജാവായ കേരളവർമ്മ മഹാരാജാവ്. അദ്ദേഹം ഈ കൊച്ചി നിയമസഭയിലേക്ക് ഈ ഐക്യ കേരള സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഐക്യപ്പെട്ടുകൊണ്ടൊരു കത്തെഴുതുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം കൊടുത്തുകൊണ്ട്. കൂടാതെ തൃശ്ശൂരിൽ വെച്ചിട്ട് ഒരു ഐക്യ കേരള സമിതിയുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഈ കേരളവർമ്മ മഹാരാജ, കൊച്ചി രാജാവ് അങ്ങോട്ട് ചെന്ന് അവരോട് ഐക്യപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൊച്ചി രാജ്യത്ത് ഐക്യ കേരള പ്രവർത്തകർക്ക് വലിയൊരു പിന്തുണയും സ്വീകാര്യതയും സപ്പോർട്ടൊക്കെ ലഭിക്കുമ്പോൾ നേരെ തിരിച്ചായിരുന്നു തിരുവിതാംകൂർ രാജ്യത്ത്. അവിടെ ദിവാൻ CP രാമസ്വാമി അയ്യരായിരുന്നു. CP രാമസ്വാമി അയ്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ അധികാരം വിട്ടൊഴിയുന്ന കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അദ്ദേഹം മർക്കട മുഷ്ടിക്കാരായിരുന്നു. വളരെ നീചവും പൈശാചികവുമായ രീതിയിലാണ് ഈ പ്രവർത്തകരെ അവർ നേരിട്ടത്. സർ CP 1946 തിരുവിതാംകൂർ ഭരണഘടന പരിഷ്കരിക്കുവാൻ സർ CP ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതായത് തിരുവിതാംകൂറിലൊരു നിയമസഭയുണ്ട്. ഈ നിയമസഭ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ഈ നിയമസഭയുടെ രീതിയിലുള്ളൊരു ഭരണ സംവിധാനത്തെ മാറ്റിയിട്ട് ദിവാന് കൂടുതൽ ഭരണപരമായിട്ടുള്ള അധികാരങ്ങൾ ലഭിക്കത്തക്ക വിധത്തിലുള്ള, ഇവർക്ക് ഈ നിയമസഭയ്ക്ക് അധികാരം ലഘൂകരിക്കപ്പെടുക, ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം, ഭരണ പരിഷ്കാരം കൊണ്ടുവരാനാണ് സർ CP തിരുവിതാംകൂർ ശ്രമിച്ചത്. ഇതിനെയാണ് അമേരിക്കൻ മോഡൽ. അമേരിക്കയിൽ ഇങ്ങനത്തെയായിരുന്നു ഭരണം. പ്രസിഡന്റിനായിരുന്നു എല്ലാ വിധത്തിലുള്ള അധികാരങ്ങളും കേന്ദ്രീകരിക്കുന്നത്. അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധികൾക്ക് അധികാരം വളരെ കുറവും
പ്രസിഡൻറ്റിന് ഏറ്റവും കൂടുതൽ അധികാരവും. അതാണ് അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം. ഇതിനെ ഈ ഒരു ഭരണ പരിഷ്കാരത്തെ ജനം ഒന്നടങ്കം അതിശക്തമായിട്ട് എതിർക്കുക ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലും ഈ ഐക്യ കേരള സഭ പ്രവർത്തകരുടെ നേതൃത്വത്തിലെല്ലാം ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യവുമായിട്ട് പ്രവർത്തകർ മുന്നോട്ട് വന്നപ്പോഴാണ് പുന്നപ്ര വയലാർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പുന്നപ്രയെ തന്നെ ഏകദേശം ഒരു 200ഓളം പേർ പ്രവർത്തകരോളം മരണപ്പെട്ടു ഈ സമര കോലാഹലങ്ങൾക്കിടെ. വയലാറിൽ 150ഓളം പ്രവർത്തകർക്ക് ജീവഹാനി സംഭവിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 130ഓളം പേർക്ക് മരണപ്പെട്ടു പോകുന്നുണ്ട്. ഈ ശ്രീധരൻ മേനോൻ തൻ്റെ കേരള ചരിത്രം എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത് ഏകദേശം ഒരു 1000ഓളം മനുഷ്യരാണ് അവിടെ അതിദാരുണമായി കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു കറുത്ത ഒരു അധ്യായമായിട്ട് കേരള ചരിത്രത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്രകാരം ഐക്യ കേരള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യ സമരത്തിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഒരു ഭാഗത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 1947 ജൂൺ മാസത്തിൽ ഇന്ത്യ സ്വതന്ത്രമാകും എന്നൊരു അഭ്യൂഹം പ്രചരിക്കുകയുണ്ടായി. ഈ ഒരു സമയത്ത് സർ CP രാമസ്വാമി അയ്യരെടുത്ത തീരുമാനം, ഇന്ത്യ സ്വതന്ത്രമായാൽ ഒരു കാരണവശാലും സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി പ്രവർത്തിക്കുകയില്ല തിരുവിതാംകൂർ രാജ്യം. തിരുവിതാംകൂർ രാജ്യം അപ്പോഴും ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായിട്ട് തന്നെ നിലനിൽക്കും, ഇന്ത്യ യൂണിയനിൽ ചേരില്ല എന്നുള്ളൊരു തീരുമാനമാണ് സർ CP എടുത്തത്. ഇത് ഐക്യ കേരള പ്രവർത്തകരെ അങ്ങേയറ്റം ചൊടിപ്പിച്ചൊരു കാര്യമായിരുന്നു. അതായത് മലബാറും കൊച്ചി ഇതെല്ലാം ഒന്നിപ്പിച്ചെങ്കിൽ മാത്രമേ, ഏകോപിപ്പിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒരു കേരള സംസ്ഥാനം രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തിരുവിതാംകൂർ മാത്രം മാറി നിന്ന് കേരള സംസ്ഥാനം രൂപീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഒരു നിരാശാബോധം ആ ഐക്യ കേരള പ്രവർത്തകരെ അങ്ങേയറ്റം വേദനിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സമയത്താണ് സർ CP ഒരു സംഗീത പരിപാടി, തിരുവനന്തപുരത്ത് ഒരു സംഗീത പരിപാടി പങ്കെടുക്കുകയും ആ സമയത്ത് KCS മണി എന്നൊരു പ്രവർത്തകൻ സർ CPയുടെ നേർക്ക് ഒരു വധശ്രമം നടത്തുകയുണ്ടായി. തലനാരിഴയ്ക്കാണ് സർ CP അതിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത്. അതോടുകൂടി അദ്ദേഹം ദിവാൻ പദവി ഉപേക്ഷിക്കുകയും അതിൽ നിന്ന് ഭരണപരമായ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ഒരു ഭാഗത്ത് പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും അതിനിഷ്ഠൂരമായി അടിച്ചമർത്തുന്ന സർ CP രാമസ്വാമി അയ്യരെ നമുക്ക് കാണാമെങ്കിൽ, മറ്റൊരു ഭാഗത്ത് വികസനോന്മുഖമായ ദീർഘവീക്ഷണമുള്ള സർ CPയുടെ മുഖം നമ്മൾ കാണാതെ പോകരുത്. അദ്ദേഹമാണ് ഇന്ത്യൻ അലുമിനിയം കമ്പനി ഉണ്ടാക്കിയത്. അവിടെയാണ് എൻ്റെ പിതാവ് ജോലി ചെയ്തത്. അദ്ദേഹമാണ് FACT ഉണ്ടാക്കിയത്. അദ്ദേഹമാണ് ഈ പെരുമ്പാവൂരിനടുത്തുള്ള ട്രാവൻകൂർ റയോൺസ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനമുണ്ടാക്കി അനവധി പേർക്ക് ഉപജീവനം ലഭിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അവിസ്മരണീയമായ ഒരു കാര്യമുണ്ട്. അത് നമുക്കറിയാം, മധ്യ കേരളത്തിൻ്റെ പേടി സ്വപ്നമാണ് മുല്ലപ്പെരിയാർ ഡാം. ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പാട്ടക്കരാർ റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് CP മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ മുഖത്ത് നോക്കി അതിനിശ്ചിതമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു അത് സമ്മതിച്ചതാണ് ഒരു വേള. പക്ഷേ പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർ CP അധികാരസ്ഥാനത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്നത്തെ മധ്യ കേരള ജനത്തിൻ്റെ ഒരു നിർഭാഗ്യം എന്ന് പറയുന്നത്. വസ്തുതകൾ ഇപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ സർ CP അധികാരത്തിൽ നിന്നും മാറിയോടുകൂടി ഐക്യ കേരളത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള ഭാവി തെളിഞ്ഞു വന്നു എന്നുള്ളതാണ്. മലബാർ കൊച്ചി രാജാവ് പരിപൂർണമായിട്ട് സഹകരിക്കുന്നു. പിന്നെ തിരുവിതാംകൂർ രാജാവ് ഇതോടുകൂടി സർ CPക്ക് ശേഷം തിരുവിതാംകൂർ രാജാവ് വളരെ
സഹകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഐക്യ കേരള സ്വപ്നം, കേരള സംസ്ഥാനം നിലവിൽ വരും എന്നുള്ള പ്രതീക്ഷയ്ക്ക് നാമ്പ് കിളിർക്കുക ചെയ്തത്. അതോടെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി നാട്ടുരാജ്യങ്ങളെയും ഒരു പ്രൊവിൻസിൽപ്പെട്ട രാജ്യങ്ങളിലേക്കുമൊക്കെ ഈ സംസ്ഥാനങ്ങളെ ഒക്കെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ മുന്നോട്ട് വരുന്നു. ഈ സമയത്ത് ആണ് നമ്മുടെ കേളപ്പൻ ഐക്യ കേരള സമിതിയുടെ കെയർ ഓഫിൽ ജവഹർലാൽ നെഹ്റുവിനെ ചെന്ന് കണ്ട് അദ്ദേഹം ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം, ഭരണപ്രദേശങ്ങൾ രൂപീകരിക്കണം എന്നുള്ള ഒരു നിവേദനം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്രകാരം ഭാഷകളെ അടിസ്ഥാനത്തിലും സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെയായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു എസ്.കെ. ധാർ കമ്മിറ്റിയെ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ എസ്.കെ. ധാർ കമ്മിറ്റി ആ കമ്മിറ്റി ഒരു വിശദമായ ഒരു പഠനത്തിന് ശേഷം ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് പറയുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടതില്ല, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഭരണപരമായ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടത് എന്ന റിപ്പോർട്ടാണ് ധാർ കമ്മിറ്റി കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ വയ്ക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തിരുക്കൊച്ചി, രണ്ട് നാട്ടുരാജ്യങ്ങളെ തമ്മിൽ തിരുവിതാംകൂറിനെയും കൊച്ചിയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം ഉണ്ടാകുന്നുണ്ട്. അതേസമയം മലബാർ പ്രദേശം മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നു. ഈ തിരുക്കൊച്ചി സംസ്ഥാനവും മലബാർ പ്രദേശവുമായിട്ട് ആണ് കേരളം അപ്പോഴും നിലകൊള്ളുന്നത്. തിരുക്കൊച്ചി സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുന്നു. നാരായണപിള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. തിരുവിതാംകൂർ രാജാവിന് രാജപ്രമുഖ് എന്ന പദവി നൽകി ഒരു അധികാരം അവിടെ അദ്ദേഹം നൽകുന്നു. കൊച്ചി രാജാവ് പ്രമുഖ് എന്നുള്ള പദവി കേന്ദ്ര സർക്കാർ നൽകാമെന്ന് പറഞ്ഞെങ്കിൽ കൂടിയും അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് പദവികളൊന്നും വേണ്ട, എനിക്ക് ജനങ്ങളുടെ ക്ഷേമം അതുമാത്രം മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അതൊന്ന് പിന്മാറുന്നതാണ് കാണുന്നത്. അങ്ങനെ തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുന്നു. അവിടെ ഒരു മുഖ്യമന്ത്രി നിലവിലുണ്ട്. ഒരു രാജപ്രമുഖ് എന്ന് പറയുന്ന ഒരു മറ്റൊരു തസ്തിക, ഒരു അധികാര കേന്ദ്രം കൂടി അവിടെയുണ്ട്. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നത് തിരുവിതാംകൂർ കൊച്ചിയും കൂടി സമ്മേളിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം ഭരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് കൊച്ചി പ്രദേശത്തിലുള്ള ആളുകൾക്ക് വികസന കാര്യങ്ങളിൽ മതിയായ പ്രാതിനിധ്യം കിട്ടുന്നില്ല, ഒരു ആക്ഷേപം ഉണ്ടാകുന്നു. അതിലവർ പരാതിപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കൊച്ചിക്കാർക്ക് ഒരു ഹൈക്കോടതി ലഭിക്കുന്നതും തിരുവിതാംകൂറുകാർക്ക് ഒരു സെക്രട്ടേറിയറ്റ് ലഭിക്കുന്നതും ഇങ്ങനെയാണ്. ഇപ്രകാരം രണ്ടിടത്തും ഒരു ഭരണപരമായിട്ടുള്ള ഒരു സൗകര്യം കൊടുത്തുകൊണ്ടാണ് ആ പ്രശ്നം അങ്ങനെ പരിഹരിച്ചത്. ഇപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിൻ്റെ ഭരണപരമായ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഭാഷയുടെയും പൊതു സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ ക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയൊട്ടാകെ, കേരളത്തിലും ഇന്ത്യയൊട്ടാകെ പ്രതിഷേധങ്ങളും സമരങ്ങളെല്ലാം നടക്കുകയുണ്ടായി. ഏകദേശം ഒരു 15,000-ഓളം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ മുംബൈ നഗരത്തിൽ ഒത്തുകൂടി അവിടെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളൊക്കെ നടത്തുകയുണ്ടായി എന്നുള്ളതാണ്. ഇന്ത്യയൊട്ടാകെ സമരങ്ങളും എല്ലാം നടക്കുമ്പോൾ 1953 ആന്ധ്രയിൽ പോറ്റി ശ്രീരാമലു എന്ന് പേരുള്ളൊരു പ്രവർത്തകൻ നിരാഹാര സമരത്തിനിടയ്ക്ക് മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇതൊരു അതിവൈകാരികത സൃഷ്ടിക്കുകയും ഇന്ത്യയൊട്ടാകെ സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി കൂട്ടുകയും ചെയ്തപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃക്രമീകരിക്കേണ്ട ആവശ്യകത പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ നിയോഗിക്കേണ്ടത്. അതാണ് ഫസൽ അലി കമ്മീഷൻ. ഫസൽ അലി കമ്മീഷൻ പഠനങ്ങൾക്ക് ശേഷം മുന്നോട്ട് വച്ച നിർദ്ദേശം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാമെന്നതാണ്.
ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് ഗവൺമെൻറ്, അതായത് സംസ്ഥാന പുനർക്രമീകരണ നിയമം സർക്കാർ പാസ്സാക്കുകയുണ്ടായി. ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളമായിട്ട് മാറുന്നു. അതായത് മലബാറും തിരുക്കൊച്ചിയും കൂടി ഒന്നിപ്പിച്ചുകൊണ്ട് കേരള സംസ്ഥാനം നിലവിൽ വരുന്നുണ്ട്. നിലവിൽ വരുന്നതിൻ്റെ മുമ്പായിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുകയും രാജപ്രമുഖ് എന്ന് പറയുന്ന സ്ഥാനം, അത് നമ്മുടെ തിരുവിതാംകൂർ ശ്രീചിത്ര തിരുനാൾ രാജാവായിരുന്ന രാജപ്രമുഖായിട്ടാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാറിക്കൊണ്ട് ഗവർണർ എന്ന് പറയുന്ന ഒരു അധികാര സ്ഥാനം അവിടെ നിലവിൽ വരികയാണ് ചെയ്യുന്നത്. അതോടുകൂടി രാജവംശ പരമ്പര തന്നെ അവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ജിയോഗ്രഫിക്കൽ ഏരിയ, ഭൂമിശാസ്ത്രപരമായ ഏരിയ തിട്ടപ്പെടുത്തേണ്ടതുണ്ട്, അതിർത്തി വരയ്ക്കേണ്ടതുണ്ട്. അതിർത്തി വരച്ചപ്പോൾ നമ്മുടെ കന്യാകുമാരിയിൽപ്പെട്ട 4 താലൂക്കുകൾ കൽക്കുളം, അഗസ്ത്യേശ്വരം, തോവാളം, വള്ളുവങ്കോട് തുടങ്ങിയ 4 പ്രദേശങ്ങൾ തമിഴ്നാട്ടിനെ വിട്ടുകൊടുക്കുകയും മദ്രാസ് പ്രവിശ്യയിലേക്ക് മദ്രാസ് സംസ്ഥാനത്തിലേക്ക് വിട്ടുകൊടുക്കുകയും പിന്നെ ഈ തെക്കൻ ചെങ്കോട്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗം വിട്ടുകൊടുക്കുകയും തെക്കൻ കാനറയുടെ ഭാഗമായിട്ടുള്ള മൈസൂരിൻ്റെ തെക്കൻ കാനറയുടെ ഭാഗമായിട്ടുള്ള ഒരു കാസർഗോഡ് എന്ന് പറഞ്ഞ ഒരു പ്രദേശം കേരളത്തോട് കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അനവധി കൂട്ടിച്ചേർക്കലുകളും വിട്ടുകൊടുക്കലുമൊക്കെ ശേഷം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഏരിയ വരച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് 1956 നവംബർ 1 കേരളത്തിൻ്റെ ഒരു ഒക്കെ കൃത്യമായിട്ട് ഔദ്യോഗികമായി വരച്ചുണ്ടാക്കി ഭൂമിശാസ്ത്രപരമായ ഏരിയ തിട്ടപ്പെടുത്തി. ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾക്ക് ശേഷം ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏരിയ തിട്ടപ്പെടുത്തി 1956 ഇങ്ങനെ കേരള സംസ്ഥാനം നവംബർ 1 നിലവിൽ വരികയാണ്. ഈ നിലവിൽ വന്ന ഈ കേരള സംസ്ഥാനത്തിൽ 1957 ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയും സഹാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഒരു ജനാധിപത്യ ഭരണം നിലവിൽ വരികയാണ് ചെയ്തത്. ഇപ്രകാരമാണ് കേരള സംസ്ഥാനം രൂപപ്പെട്ടത് എന്നുള്ള ഒരു ലഘുവായ വിവരണം മാത്രമാണ്. ഇനി നമുക്ക് കേരളോൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഐതിഹ്യങ്ങൾ എന്നാൽ ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും സഞ്ചാരമാർഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഐതിഹ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അപഗ്രഥനം എപ്പോഴും അപൂർണം തന്നെയായിരിക്കും. വ്യത്യസ്തമായ വഴിത്താരകളുണ്ട് എങ്കിൽ കൂടിയും ഐതിഹ്യങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ സാർവത്രികമായിട്ട് പറയുന്നത് പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് കേരളം എന്നാണ്. ഐതിഹ്യത്തിലെ യുക്തിയും ശാസ്ത്രവും ചെയ്യുന്നത് ബാലിശമാണെങ്കിലും ഒരു ശ്രവണ കൗതുകത്തിനായിട്ട് അതിൻ്റെ കുറച്ച് വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. അശ്വത്ഥാമാവ്, മഹാബലി, നാരദൻ തുടങ്ങിയ 7 അമരരായിട്ടുള്ളവരിൽ ഒരാളാണ് പരശുരാമൻ. ദ്വാപരയുഗം മുതൽക്കാണ് പരശുരാമൻ ജനിക്കുന്നതും അദ്ദേഹം പ്രവർത്തിക്കുന്നതുമെല്ലാം. മഹിഷ്മതിയിലെ രാജാവായ ദുഷ്ടനും നീചനുമായ കാർത്തവീരാർജുനൻ തൻ്റെ പിതാവിനെ വധിച്ചതിൻ്റെ രോക്ഷാകുലനായിട്ടാണ് പരശുരാമൻ ക്ഷത്രിയ ഹന്താവായിട്ട് മുന്നോട്ട് വരുന്നത്. ക്ഷത്രിയരെ നിഗ്രഹിച്ച ശേഷം സ്വാഭാവികമായി കൈവന്നിട്ടുള്ള അവരുടെ ഭൂമി കശ്യപ മഹർഷിക്ക് ദാനം ചെയ്യുകയാണ് പരശുരാമൻ ചെയ്തത്. അപ്പോൾ കശ്യപ മഹർഷി പറയുന്നു, ദാനം നൽകിയ ഭൂമിയിൽ അങ്ങേക്ക് നിൽക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സമുദ്രദേവനോട് തനിക്ക് നിൽക്കാൻ സ്ഥലം യാചിക്കുകയാണ് ചെയ്തപ്പോൾ സമുദ്രദേവൻ, വരുണദേവൻ ഹോമപദാർത്ഥമായിട്ടുള്ള ശൂർപ്പം എന്ന് വെച്ചാൽ മുറം, അത് എറിയാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ പരശുരാമൻ മുറം എറിയുകയും 200 യോജന
കടൽ മാറിപ്പോവുകയും ചെയ്തു. ഇതാണ് ശൂർപ്പാരകം എന്നാണ് ആ സ്ഥലത്തിന് പിന്നീടുണ്ടായ പേര്. ഈ സ്ഥലമാണ്, ഇത് മുംബൈക്കടുത്തുള്ള സ്വപാര എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയൊക്കെ കുഴിച്ചപ്പോൾ മറ്റേ ഉത്ഖനനങ്ങൾ നടത്തിയപ്പോൾ കടൽ ജീവികളുടേതായ ഫോസിലുകളും മറ്റു അവശിഷ്ടങ്ങളുമൊക്കെ കിട്ടിയെന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഇത് പിന്നീട് കടൽ മാറിപ്പോയതാകാം. നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള പഴയ പുരാതനമായിട്ടുള്ള ഒരു ശില്പം എന്ന് പറയുന്നത് ഗുജറാത്തിനടുത്തുള്ള അംറേലി എന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച പരശുരാമൻ്റേതെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ശില്പമാണ്. ഇത് ഒരു മഴു കയ്യെ പിടിച്ചുകൊണ്ടിട്ടുള്ള ഒരു വിഗ്രഹമായിരുന്നു അത്. ഇതിന് കാലഗണന ചെയ്തു നോക്കിയപ്പോൾ ഗുപ്തന്മാരുടെ കാലത്തോളം തന്നെ പഴക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് 500 ചില്ല വർഷത്തിനും 300നും ഇടയ്ക്ക് ഉള്ള ഒരു കാലപ്പഴക്കമായിരുന്നു അത് കാണിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള സാഹിത്യപരമായി ഈ പരശുരാമനെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പൗരാണികമായ കൃതി ലഭിച്ചത് CE 1-ാം നൂറ്റാണ്ടിൽ ലഭിച്ചിട്ടുള്ള അശ്വഘോഷൻ്റെ ബുദ്ധചരിതമാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് BC 300-നും 400-നുമൊക്കെ ഇടയ്ക്ക് എഴുതപ്പെട്ടിട്ടുള്ള ഇതിഹാസങ്ങളിലാണ്. ചിരഞ്ജീവികളുടെ കൂട്ടത്തിലാണ് പരശുരാമൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ എല്ലാ യുഗങ്ങളിലും അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീരാമനോടൊപ്പം തന്നെ കാണാൻ സാധിക്കും. ശ്രീരാമൻ വില്ലുകുലച്ച് വിവാഹം സീതാദേവിയെ പരിണയിച്ച ശേഷം വരുമ്പോൾ, താങ്കൾ കുലച്ചത് ശൈവ വില്ലാണ്, താങ്കൾക്ക് സാധിക്കുമെങ്കിൽ, താങ്കൾക്ക് അതിന് പ്രാപ്തിയുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന വൈഷ്ണവ വില്ല് കുലച്ച് കാണിച്ചതാ എന്നും പറഞ്ഞിട്ട് പരശുരാമൻ അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ കർണനെ ഇത് ആയോധന വിദ്യ അഭ്യസിപ്പിക്കുന്നത് പരശുരാമനാണ്. പരശുരാമനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രധാനമായിട്ടും ഇപ്പോൾ പെട്ടെന്നൊന്ന് റെഫർ ചെയ്തത് ഈ ഒരു പുസ്തകമാണ്, കേരള സാഹിത്യ അക്കാദമിയുടെ. പരശുരാമൻ കേരളം സൃഷ്ടിച്ചോ എന്നുള്ള ഉത്തരം നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് ആ ഒരു അവതാരങ്ങളുടെ ക്രോണോളജിക്കൽ ഓർഡറിലാണ്. അതായത് 5-ാമത്തെ അവതാരമാണ് വാമനൻ, 6-ാമത്തെ അവതാരമാണ് പരശുരാമൻ, 7-ാമത്തെ അവതാരമാണ് ശ്രീരാമൻ. അപ്പോൾ ആദ്യം മഹാബലി കേരളം ഭരിക്കുന്നുണ്ട്, അതിനുശേഷം പരശുരാമൻ കേരളം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു വിരോധാഭാസം പുരാണത്തിൽ മുഴച്ചു നിൽക്കുന്നു. പരശുരാമ കഥകളിലെ ഒരു യുക്തിഭദ്രത എന്ന് പറയുന്നത്, പരശുരാമൻ മഴു എറിഞ്ഞു എന്നല്ല, മഴു കൊണ്ട് കാട് പിടിച്ച് കിടന്നിരുന്ന കേരളത്തെ വൃത്തിയാക്കിയെടുത്ത് അത് അവിടെ വാസയോഗ്യമാക്കി ബ്രാഹ്മണന്മാർക്ക് നൽകി എന്നാണ് ഒരു കുറേ കൂടി വിശ്വാസയോഗ്യമായിട്ടുള്ള ഭാഷ്യം പണ്ഡിതന്മാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഭൂമിയിന്മേലുള്ള അവകാശം സ്ഥാപിക്കുവാനും അത് പവിത്രവൽക്കരിക്കുവാനും വേണ്ടി ആര്യ ബ്രാഹ്മണന്മാർ ഉണ്ടാക്കിയ ഒരു കഥയാണ് ഈ പരശുരാമൻ്റെ കഥ എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. നമുക്കതിൽ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഐതിഹ്യങ്ങളെല്ലാം അതിൻ്റെ അതിഭാവുകത്വത്തോടുകൂടി ഭാവനാപരമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വാമൊഴിയായി പ്രചരിക്കപ്പെട്ടിട്ടുള്ള കഥകളാണ് അതെല്ലാം. അതിനെയെല്ലാം അതിൻ്റേതായ രീതിയിൽ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുവാനാകുകയും ചെയ്താൽ നമ്മൾ അതിനെ ബഹുമാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു തലമുറ വളരട്ടെ, അങ്ങനെ ഒരു തലമുറ ഉണ്ടാകട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.